ഹലോ ഗായ്സ്, ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നത്. നോട്ട് ബൈ മീ ബട്ട് സി. അപ്പം ആളാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആളുടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ആൾ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ ഒക്കെ ഞങ്ങൾ ആളെ വിസിറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്ത് വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബിരിയാണി കഴിക്കാറുണ്ട്. ആൻഡ് വി ആർ ലൈക്ക് അതിന്റെ ഭയങ്കര ഫാൻസ്. പഠിക്കണം എന്നൊക്കെ. ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നില്ല, ബട്ട് സ്റ്റിൽ എന്നാലും പഠിച്ചു വയ്ക്കാം, നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ദിസ് ടൈം ഫ്രീ ആയപ്പോൾ അവള് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ആൾ എന്നെ ഡിസ്ക്രൈബ് ചെയ്യും. പിന്നെ ഇൻ ദ കമന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ട്രൈ ചെയ്തോ, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയണം. ചിക്കൻ ഫ്രൈ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ആദ്യം 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മസാലകളെല്ലാം ഇതാണ്. അതായത് കാശ്മീരി ചില്ലി ആണ് ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. നമ്മളിവിടെ 1 കിലോ റൈസിന്റെ ബിരിയാണിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ടുന്നത് കാശ്മീരി ചില്ലി മതി, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് വരച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, നാടൻ ഇഞ്ചി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നാടൻ ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ്. അത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ വെറുതെ കടയിൽ പോയി മറ്റേ ബിരിയാണി മസാല ഒന്നും വാങ്ങിക്കരുത്. എന്നിട്ട് നമ്മൾ ഇതെല്ലാം നല്ല രീതിയിൽ ചിക്കനിൽ പുരട്ടാൻ പോവാണ്. അതിനുശേഷം നമ്മൾ നാരങ്ങനീര് ഒഴിക്കും. ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്കോ സജഷനോ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ കൈവശം തന്നെ ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് കാര്യം. അപ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും എന്തുമാത്രം ടെൻഡറാണ് ചിക്കൻ എന്നും. അതേപോലെ നമുക്കത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ അത് കുറച്ച് നല്ലതായിരിക്കും. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുക. അമ്മയ്ക്ക് മാംഗോ സ്റ്റിക്കിന്റെ മാംഗോ ആണ് അമ്മയ്ക്ക് മാംഗോന്റെ സ്റ്റിക്കാ. ഐസ്ക്രീം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഇവിടെ നിന്ന് തന്നെ പറിച്ചിട്ടുള്ള കറിവേപ്പിലയാണ്. ഇത് വീട്ടിലുണ്ടാക്കിയ തൈരാണ്. നല്ല കട്ടിയുണ്ടല്ലേ? കൊള്ളാം, നല്ല കൺസിസ്റ്റൻസി. വേറൊരു വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. അത് ഞങ്ങൾ മേടിക്കുകയായിരുന്നു, പക്ഷെ നല്ല കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തൈര് കൂടെ പുരട്ടി നമ്മൾ നല്ല രീതിയിൽ വളരെ പതുക്കെ പുരട്ടി കൊടുത്ത് കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. 10 or 15 minutes ഞങ്ങൾ ഫ്രീസറിലാണ് കേട്ടോ വെച്ചേ. എല്ലാം നല്ലോണം പുരട്ടി നല്ലോണം എല്ലാത്തിലും പിടിച്ച് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് സവാള നല്ല രീതിയിൽ വറുത്ത് ഇതേപോലെ ആക്കി നമ്മൾ വെക്കണം. ആ ഫ്രീസറിൽ വെച്ചേക്കുന്ന ചിക്കൻ വറുത്തതിന് ശേഷം ഇതിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇത് വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ആരും മിക്സ് ചെയ്യരുത്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സവാള നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. നമ്മൾ 3 കിലോ ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് 1.5 കിലോ അരിയാണ് എടുക്കേണ്ടത്. അതായത് 6 പോണി അരി. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് റോസ് ബിയറിന്റെ കൈമ അരിയാണ്. കാര്യം അത് നമുക്ക് കറക്റ്റ് വെള്ളത്തിൽ വറ്റിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോളൂ. റോസ് ബിയറിന്റെ കൈമ അരി നല്ല മണവും നല്ല ഫ്ലേവറും എല്ലാം കിട്ടുന്ന ഒരു തരം അരിയാണ്. അരി നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാം. പിന്നെ പലയിടത്തും നമുക്ക് കിട്ടുന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് നമുക്ക് നല്ല വൃത്തിയായിട്ട് 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇത് നമ്മൾ നേരെ മെയിൻ കിച്ചണിലേക്ക് വന്നു. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഓയിൽ ഇടണം കേട്ടോ, അതായത് വെളിച്ചെണ്ണ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഈ കൊപ്ര ആട്ടി എടുത്ത ആ ഒരു വെളിച്ചെണ്ണയാണ്. കന്നാസിൽ നിന്ന് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ 1/2 മണിക്കൂർ വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കൻ പീസസ്. നമുക്കിനി ചിക്കൻ പീസ് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് പീസസ് നമുക്ക് ഓരോന്ന് സ്ലോ ബൈ സ്ലോ ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഇടേണ്ടതാണ്, പക്ഷേ എൻ്റെ സിസ്റ്റർ അത് വിട്ടുപോയി. സെക്കൻഡ് ട്രിപ്പ് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴാണ് ഓർത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. നിങ്ങൾ ആരും ഇത് മറക്കരുത്, അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തേക്കുന്നത്. പീസസ് ഇടുന്ന സമയത്ത് കയ്യിൽ എണ്ണ കറിക്കാതിരിക്കാൻ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പീസസ് ഓരോന്നോരോന്നായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനും സ്ഥലമുണ്ട് നമുക്ക്. അതായത് ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സ്റ്റിക്കാവാതെ തന്നെ നമുക്ക് ഓരോ പീസ് സെലക്ട് ചെയ്ത് തന്നെ തിരിച്ചിടാം. ഒരുപാട് കൺസിസ്റ്റൻ്റ് ഇട്ടാൽ നമുക്ക് വളരെ പാടായിരിക്കും. പാനിൽ നല്ലോണം ഒട്ടിപ്പിടിക്കും, എണ്ണ ഒരുപാട് കുടിക്കും. അപ്പോൾ കുറച്ച് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ബിരിയാണി എങ്കിൽ പോലും വീട്ടിൽ അങ്ങനെ ബിരിയാണി അധികം വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണി വെക്കേണ്ട പാത്രങ്ങൾ, ചെമ്പ്, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഒത്തിരി ഇല്ല. അപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് ഉള്ളത് വെച്ചങ്ങ് ചെയ്യുക. പിന്നെ സിസ്റ്ററിൻ്റെതായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇത് ഒരു സൈഡ് നല്ലോണം വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് പപ്പടം കൊള്ളി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചുമ്മാ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ആ ടൈമിൽ ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡ് വെന്തു എന്നാണ്. ഞങ്ങൾ ചെറുതായിരുന്ന ടൈമിൽ എൻ്റെ സിസ്റ്റർക്ക് കുക്കിങ്ങിൽ വലിയ പാഷൻ അങ്ങനെ കാര്യങ്ങൾ അല്ലറ ചില്ലറ കുറച്ചറിയാം, അത്രേ ഉള്ളൂ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയിട്ട് എപ്പോഴും ഒരു പോയിന്റിൽ ചേച്ചി കുറച്ച് പാഷനേറ്റ് ആയി കുക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ ഓരോന്ന് വെച്ച് പിന്നെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് ഇത്ര ബെസ്റ്റ് ആയത്. നമ്മൾ ഒരുപാട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓരോ പീസും തിരിച്ചിടാൻ പറ്റും.
നല്ലോണം ഫ്രൈ ആവുന്ന ടൈമിൽ കുട്ടികൾ അവിടെ എന്ത് ചെയ്യും, അപ്പൂപ്പനൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനായിട്ട് ഞാൻ ഒന്ന് പോയപ്പോഴാണ് വിഷ്ണു അവിടെ കുട്ടികളെ ഫുള്ളി എൻ്റർടൈൻഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് നോക്ക്, അവർക്ക് ഇതേ ഓരോന്നൊക്കെ വരച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ടിട്ട് കളർ ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ആദ്യം ഇളയ ആൾക്ക് ഇത് വരച്ചു കൊടുത്തപ്പോൾ പിന്നെ മൂത്ത ആൾ ഇതും കൊണ്ട് വന്നിട്ട് പറയാണ് മൂത്ത ആൾക്ക് മെർമെയ്ഡ് വേണം. അങ്ങനെ അവിടെ അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സെഷൻ നടക്കുകയായിരുന്നു. പറയൂ, എന്താ വേണ്ടതെന്ന് പറയൂ. മെർമെയ്ഡ്. ചിക്കൻ രണ്ട് സൈഡും നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, നല്ല രീതിയിൽ റെഡ് കളറായി, നല്ല ഒരു ബ്രൗണിഷ് റെഡ് കളറായി മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ട്രിപ്പിലിട്ട് എല്ലാം മാറ്റിയിട്ട് ഞാൻ അടുത്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാം, കുറച്ച് എണ്ണ മതി. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് പെരിഞ്ചീരകം ഇടണമായിരുന്നു. ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴത്തേക്ക് അത് വിട്ടുപോയതാണ്. 3 ട്രിപ്പിലെന്തുമാണ് ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. കാരണം 3.5 കിലോ മേടിച്ചു, 3 കിലോ കിട്ടി. അപ്പോൾ 3 ട്രിപ്പായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. ഓൾമോസ്റ്റ് ഇത് കഴിയാറായപ്പോഴത്തേക്ക് റൈസ് എങ്കിലും സെറ്റാക്കാൻ കരുതി. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവിടെ അങ്ങനെ ബിരിയാണി വെക്കുന്ന ഒരു വീടല്ല. അതുകൊണ്ട് തന്നെ ബിരിയാണി വെക്കേണ്ട എല്ലാ പാത്രങ്ങളും ഒന്നും ഇവിടെ ഇല്ല. ശരിക്കും റൈസ് ഇതിലൊന്നും എല്ലാം ഉണ്ടാക്കേണ്ടതെന്ന് അറിയാം, പക്ഷെ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ചത് ഏകദേശം എല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നു. ഇനി നമുക്ക് റൈസ് പ്രിപ്പറേഷനിലോട്ട് പോവാം. നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിട്ട് ചിക്കൻ എല്ലാം ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് പ്രിപ്പറേഷനിലേക്ക് പോവാം. ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് ഓരോരുത്തരും ഒരുപാട് നെയ്യ് ഒഴിച്ച് വെറുതെ ബിരിയാണി മൊത്തം കുളമാക്കുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. എനിക്ക് നല്ല ഫ്ലേവറുള്ള റൈസൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗീ അധികം ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്നതാണ്. ഞാനിവിടെ 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നേരത്തെ അളന്ന് വെച്ച് കഴുകി മാറ്റിയ 6 നാഴി അരി നമുക്ക് ആ നെയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഇയർ ഫെബ്രുവരിയിൽ എൻ്റെ സിസ്റ്ററും ഫാമിലിയും കാശ്മീർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന കേസറാണ്, അല്ലെങ്കിൽ സാഫ്രോൺ ആണ്. അപ്പോൾ സാഫ്രോൺ ഭയങ്കര ഫ്ലേവർ തരും എന്ന് പറഞ്ഞ് കുറച്ച് അതും നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവളുടെ ഒരു പൊടിക്കൈയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ഒക്കെ ടേസ്റ്റ് ചെയ്യാണ്. അപ്പം തന്നെ മിക്കവാറും തീരുന്നതൊന്നും അറിയില്ല. ചെറിയൊരു ബ്രൗണിഷ് കളറിലായിട്ടുണ്ട് റൈസ്. അപ്പം നമുക്കിനി ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറക്റ്റ് വറ്റാനുള്ള വെള്ളമാണ് റൈസിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത മെഷർമെൻറ്റ് ഗ്ലാസ് ഓർമ്മ വേണം. ആ ഗ്ലാസ്സിൽ തന്നെ 1 നാഴി അരിക്ക് 2 ഗ്ലാസ് വാട്ടറാണ് അളവ്. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഓൾറെഡി 6 ഗ്ലാസ് അരിക്ക് 12 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ നെയ്യ് തന്നെ ആയിരിക്കും ഗ്രാമ്പും ഏലക്കയും എല്ലാം ഇട്ട് നല്ലോണം റോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ മിക്കപ്പോഴും എൻ്റെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആദ്യം റൈസ് റോസ്റ്റ് ചെയ്ത് വാട്ടർ ഒഴിച്ച് നല്ലോണം ബോയിൽ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ഇടുന്നത്. അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ കറുവപ്പട്ട, പിന്നെ ബേ ലീഫ്. ഇത് സർവ്വസുഗന്ധിയുടെ ഇലയാണ്. ഇത് നല്ല മണവും അതേപോലെ കുറച്ചുകൂടെ രുചി നമ്മളെ ബിരിയാണിക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് വെള്ളം തിളച്ചിട്ട് ഇടാം. എല്ലാം ഇട്ടു. കുരുമുളക് ഇടാൻ മറന്നുപോയി. അപ്പം നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ഇടാം. കുങ്കുമപ്പൂ ഇടാം. കാര്യം വെള്ളം തിളയ്ക്കുന്ന സമയത്ത് തന്നെ കുങ്കുമപ്പൂ ഇട്ടാൽ അതിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ ബിരിയാണിയിൽ വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് ഇപ്പോഴും പിന്നെയും കാണാം. കാര്യം നമുക്ക് ഇടുന്ന സമയത്ത് ഇത് വളരെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുമെങ്കിലും നല്ലോണം തിളച്ച് വരുമ്പോൾ ആ കളർ നമ്മുടെ റൈസിന് പോലും വരും. ഓക്കെ, നമ്മൾ ചിക്കൻ്റെ എല്ലാ മെയിൻ പ്രിപ്പറേഷനും കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം ജസ്റ്റ് ഒതുക്കി ദം സെറ്റ് ചെയ്യാം. ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയിൽ ഓൾറെഡി ഫ്രൈഡ് ചിക്കനാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായി. എന്നിട്ട് ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കുക, അതായി. പിന്നെ തക്കാളി, പിന്നെ പുതിന, മല്ലി, രണ്ടും ഒരേ അളവ്. കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് മല്ലിയില വേണം നിൽക്കേ. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വറുത്ത് വെച്ച സവാള ഇടാം. ആ ചിക്കൻ പൊരിച്ചെടുത്ത ബാക്കി ഓയിൽ തന്നെ വേണം നമുക്ക് ഇതിടാൻ. തക്കാളി അരിഞ്ഞ് വെച്ചതിടാം. എന്നിട്ട് നമ്മൾ നല്ലോണം ഇത് മിക്സ് ചെയ്യുക. തക്കാളി നല്ല രീതിയിൽ സ്മാഷ് ആവണം. അപ്പം നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മൾ എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇട്ടു. എന്നിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലയും പുതിന ലീവ്സും കൂടി ഇടാം. കുറച്ച് നല്ല മഴയൊക്കെ പെയ്യുന്നത്. അങ്ങനെ ചിക്കൻ ഫ്രൈ എല്ലാം കഴിഞ്ഞു. അതിൻ്റെ മേളിൽ നമ്മൾ മറ്റേ മിൻറ്റ് ലീവ്സ് ഒക്കെ ഇട്ട് കൊടുത്തുള്ളൂ. അതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തു. കറക്റ്റ് 1.5 മണിക്കൂറാണ് കേട്ടോ ഇത് ഫുള്ള് കുക്ക് ചെയ്യാനായിട്ടുള്ള ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം വന്നിട്ട്. മസാല ഫുൾ റെഡി. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് റൈസ് ഒന്ന് സെറ്റ് ആവാനാണ്. മണം വരുന്നുണ്ട് ഗായ്സ്.
ഇതിൽ ഈ തക്കാളി അരിഞ്ഞു കൊടുത്തതും പിന്നെ സാധനങ്ങൾ എടുത്തു കൊടുത്തതും അല്ലാണ്ട് ബാക്കി ഒന്നും പിന്നെ വീഡിയോ എടുക്കലായിരുന്നു എൻ്റെ ഇന്നത്തെ മെയിൻ പണി. എന്നിട്ട് 2 പാത്രവും നമ്മളത് അടച്ചു വെച്ചിരിക്കുകയാണ്. നമ്മളെ റൈസ് നല്ലോണം കുക്കായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതായത് സാഫ്രൺ നമ്മൾ ആ ബോയിലിംഗ് വാട്ടറിൽ ഇട്ടാൽ നമുക്ക് റൈസിന്റെ കളർ തന്നെ മാറും. ആ ഒരു മണവും ആ ഒരു ഫ്ലേവറും അതേപോലെ കണ്ട ഒരു ടൈപ്പ് യെല്ലോയിഷ് ടൈപ്പ് ഓഫ് കളറായി നമ്മളെ റൈസ്. ആൻഡ് നല്ലൊരു അരോമയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കറക്റ്റ് ഗ്ലാസ് 12 ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് തന്നെ കറക്റ്റ് വേവായി പോയി. അതുകൊണ്ട് ഊറ്റിക്കളയാനായിട്ടൊന്നും വെള്ളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിലേക്ക് മാറ്റി. ഇനി വലിയൊരു ചെമ്പെന്ന് പറയാനൊക്കെ ഇതിൽ വലിയൊരു പാത്രം എടുത്ത് ഇതെല്ലാം കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പാത്രം എടുത്ത് കേട്ടോ. അപ്പം വീട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചെമ്പെടുത്തിട്ട് അതിനകത്ത് എല്ലാം കൂടി നമ്മളിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും റേസിൻസും ഒക്കെ റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേളിലൊന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാണ്. ഇതിൻ്റെ മണം അടിച്ചിട്ട് കുറേ നേരമായിട്ട് ബെറ്റി ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുമായിരുന്നു. നോക്ക്, മഴ പെയ്തിട്ട് അവൾക്ക് വെള്ളം ഇഷ്ടമേ അല്ല. പക്ഷേ ഈ മണം ഇങ്ങനെ വന്നിട്ട് കൊതി സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവൾക്ക് വെള്ളം ഇഷ്ടമല്ലെങ്കിൽ പോലും ആ വേസ്റ്റ് വെള്ളത്തിൽ പോയിട്ട് അവൾ അതിൽ കിടക്കുക. ഇനി ടേസ്റ്റിംഗ് ടൈമാണ് ഗൈസ്. ആദ്യമേ ഞാനാണ് ടേസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ചിക്കനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം റൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റൈസ് എടുത്ത് ഞാൻ കഴിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി എൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് വന്ന് എനിക്ക് ആവശ്യം വേണ്ടുന്ന അത്ര റൈസൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് ഞാൻ കഴിക്കാനായിട്ട് തുടങ്ങി. ഇനി സിസ്റ്ററിൻ്റെ സഹായമൊന്നും വേണ്ട. ഇനിയിപ്പം എന്തെങ്കിലും എനിക്ക് ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി നോക്കി ഞാൻ വെക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. കൊള്ളാം, സൂപ്പർ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്കൊക്കെ ബിരിയാണി ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ.